യഥാർത്ഥത്തിൽ എനിക്കറിയില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് പോലും CPM ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം വരെ ടെലിവിഷൻ ചർച്ചകളിൽ വളരെ ആവേശത്തോടെ പങ്കെടുത്തിരുന്നവർ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്ന് പറഞ്ഞപ്പോൾ വരുന്നില്ല എന്ന നിലപാടെടുത്തു. എന്തുകൊണ്ടാണെന്ന് ശ്രീ ഹസ്കറിന് അറിയാമോ എന്നുകൂടി ഞാൻ ചോദിക്കാം. ശ്രീ ഹസ്കർ, ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നു. ചോദ്യം പ്രധാനമായും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്നത്? ഇതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിക്കില്ല എന്ന് സഖാ ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി വളരെ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോ സഖാ പിണറായി വിജയൻ അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഇപ്പൊ നിലവിൽ അന്വേഷണ സംവിധാനമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൈകളിൽ മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ CPMന്റെ മുന്നിൽ ഇത് സംബന്ധിച്ച് യാതൊരു വിധമായിട്ടുള്ള തെളിവുകളും CPMന്റെ മുന്നില്ല. CPM ഒരു സഖാവിനെതിരെ നടപടി എടുക്കണമെങ്കിൽ നിശ്ചയമായും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ CPM കൈവശമുണ്ടാകണം. ആ സഖാവിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടം. കാരണം സാമാന്യ നീതിക്ക് വളരെ തുല്യമായ അർഹത നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ഏതൊരു കുറ്റാരോപിതനെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള അർഹത ആ വ്യക്തിക്കുണ്ട് എന്ന ബോധ്യം CPMനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാമ്യം ലഭിച്ചതിന് ശേഷമോ അദ്ദേഹം ജാമ്യത്തിൽ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന സാങ്കേതികത്വങ്ങളൊക്കെ മറ്റ് പാർട്ടികൾക്ക് പ്രസക്തമാണോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ CPM നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കോൺഗ്രസിനെ ചോദ്യമുനയിൽ നിർത്തുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കുന്നില്ല, എന്തുകൊണ്ട് കോൺഗ്രസ് നടപടിയെടുക്കുന്നില്ല, ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ താങ്കൾ ഈ പറയുന്ന ന്യായം കോൺഗ്രസ് പാർട്ടിക്കും ബാധകമാക്കാമോ? ഈ പറയുന്ന അംഗത്തോട് വിശദീകരണം ചോദിക്കണം, നേരിട്ട് ഇതിനുള്ള തെളിവുകൾ പാർട്ടിക്ക് കിട്ടണം, ഇതൊക്കെ അവർക്ക് ബാധകമാക്കാമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും നിരവധി പരാതികൾ നിരവധി മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചിട്ടും ആ പരാതികൾക്കുമേൽ അടയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്. പരാതി പത്മകുമാറിന്റെ പേര് കേസുണ്ട്. താങ്കൾ പറയുന്നത് CPMൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ തെളിവ് പാർട്ടിക്ക് കിട്ടണം, പിന്നെ ഈ വ്യക്തിയുടെ മൊഴി നേരിട്ട് എടുക്കണം എന്നാണല്ലോ. അപ്പൊ അത് കോൺഗ്രസിനും ബാധകമാക്കാമോ, അല്ലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ലല്ലോ. നമ്മൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോ എന്ത് തെളിവുകളാണ് ഇപ്പോ നമുക്ക് ചില പ്രിസംഷൻസ് ആൻഡ് അസംഷൻസ്, ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. പറഞ്ഞാണ്ടല്ലോ, എന്ത് ഊഹാപോഹത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ഹൈക്കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ അക്കമിട്ട് നിർത്തി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. പിന്നെ എന്ത് ഊഹാപോഹത്തെ കുറിച്ചാണ്? കേരള ഹൈക്കോടതിയുടെ വിധിയെ താങ്കൾ ഊഹാപോഹം എന്നാണോ വിശേഷിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ഹസ്കർ? കൃത്യമായി ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ താങ്കൾ പറയുന്നു പാർട്ടിക്ക് തെളിവ് കിട്ടണം, പാർട്ടി അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കണം എന്നൊക്കെ. ഇത് മറ്റ് പാർട്ടികൾക്ക് ബാധകമാണോ? ഈ കേസിനൊരു വ്യത്യസ്തതയുണ്ട്. സമാനതകളില്ലാത്ത വ്യത്യസ്തതകളാണ് ഈ കേസിലുള്ളത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സെന്റിമെന്റലായി കാര്യത്തിൽ അപ്രോച്ച് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് CPM കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഹസ്കർ, താങ്കളുടെ ആ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ നോക്കൂ, ശബരിമല ശ്രീകോവിലിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിപാവനമായി കാണുന്ന ശബരിമല ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ. അങ്ങനെ പറയരുത്, പിന്നെങ്ങനെ പറയണം? അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ 2 നേതാക്കന്മാർ ഈ കേസിൽ ജയിലിലാണ്. ഇതേക്കുറിച്ച് ഇന്നും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്നുള്ള വളരെ ജനറലായ ഒരു മറുപടിയാണോ ഈ വിശ്വാസത്തെ, ഈ ഭക്തരെ മാനിക്കുന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നൽകേണ്ടത്? ഈ നടപടിയാണോ ഈ വിശ്വാസത്തെയും ഭക്തരെയും മാനിക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടത്? ഈ സംശയത്തിന്റെ നിഴലിൽ വന്ന നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ, അല്ലെങ്കിൽ സസ്പെൻഷൻ എങ്കിലും കൊടുക്കണ്ടേ? അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് പിശകുണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ കോൺസ്പിറസിയിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് മാത്രമേ നമ്മുടെ മുന്നിൽ തെളിവുകൾ വരേണ്ടതുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും വെച്ച് ചർച്ചകൾക്ക്
മോടി കൂട്ടുമ്പോ ഇത്തരം ഒരു ഊഹാപോഹവുമല്ല. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലെ ഭാഗങ്ങളാണിത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇപ്പൊ വന്നിരിക്കുന്നവരല്ല, ഇവർക്ക് മുകളിലുള്ള വൻ തോക്കുകളുടെ ഗൂഢാലോചന ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ശ്രീ ഹസ്കർ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഒറ്റ തവണ കൂടി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, പത്മകുമാറിനെതിരെ എടുക്കാതിരിക്കാൻ CPM പറയുന്ന ഈ ന്യായം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാണോ? അവരും ഇങ്ങനെ ഈ കുറ്റാരോപിതനായ വ്യക്തിയെ കേൾക്കുകയും പാർട്ടിക്ക് നേരിട്ട് തെളിവ് കിട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷം വേണം നടപടിയെടുക്കാൻ എന്നത് അവർക്ക് ബാധകമാണോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീ. അങ്ങ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഉദ്ദേശിച്ചാണ്. നേരിട്ട് ആ ചോദ്യം തന്നെ ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുസമൂഹത്തിന് ആദ്യം ചോദിച്ചല്ലോ. അല്ല, ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഉത്തരവില്ലേ? നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളും ശബ്ദരേഖകളും ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം പോലും ചോദിക്കാനാവില്ല. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളല്ല സർ, ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രതി ചേർക്കപ്പെട്ട് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം, ഇതെല്ലാം ഉണ്ട്. നിഷ, അതില് വളരെ കൃത്യമായിട്ട് അതിൽ ഇപ്പോ അങ്ങ് ആരോപിക്കുന്നത് CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത്. ആ കേസിൽ 10ഓളം മറ്റു പ്രതികളുണ്ട്. അവരെല്ലാം ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രതികളാണ്. കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു സസ്പെൻഷൻ പോലും സ്വീകരിക്കാനുള്ള ധൈര്യമില്ലാത്തത് എന്താണെന്നുള്ളത് ചോദ്യം. എടാ, നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അങ്ങനെയല്ല, അതിൽ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെയല്ല, അതൊരു വലിയ വൈഡർ മാഗ്നിറ്റ്യൂഡിലുള്ളൊരു മറുപടിയായിരുന്നു. ആരെയും സംരക്ഷിക്കില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉറപ്പ് കൊടുത്തെങ്കിൽ ആ ഉറപ്പിന് കാഠിന്യം വജ്രത്തെക്കാൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നും ആകണ്ട, അത് ആർക്കും പറയാം. ആരെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു മഹത്തായ കാര്യമായി ശ്രീ ഹസ്കർ ദയവേത് പറയരുത്. പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് പറയാനുള്ള ആർജവമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിക്കേണ്ടിയിരുന്നത്. ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഗുരുതരമായ ഒരു ക്ഷേത്ര കൊള്ളയിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെട്ടിട്ട് പോലും ഒരന്വേഷണം നടത്താൻ പോലുമുള്ള ധൈര്യം, പാർട്ടി അന്വേഷണം നടത്താനുള്ള ധൈര്യം പോലും CPM-ന് ഇല്ലാത്തത്? ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നതോ പോട്ടെ, പാർട്ടി അന്വേഷണം നടത്താനുള്ള ധൈര്യം പോലും ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? ഉത്തരം പറ. അങ്ങനെയല്ല, പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടുന്നു എന്നതൊക്കെ പറയുന്നത് ഒരു തരത്തിലും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അല്ല നിഷ ഈ പറയുന്നതെന്നറിയാം. അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി മാത്രം ആ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, പാർട്ടിയുടെ നിലപാട് എന്താണ്? പാർട്ടിയുടെ നിലപാട് എന്താണ്? ആരെയും സംരക്ഷിക്കില്ല, ആ നിലപാട് പോലും പാലിക്കുന്നില്ലല്ലോ. പത്മകുമാർ എന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ ജയിലിലായിട്ട് പോലും സംരക്ഷിക്കുകയാണെന്നുള്ളത് ഒന്ന്. രണ്ട്, പാർട്ടിക്ക് ഒരു നിലപാടെടുക്കാനുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ? ആ അന്വേഷണവും നടത്തുന്നില്ല. പിന്നെ എന്ത് നിലപാടുണ്ടെന്നാണ് ഈ പറയുന്നത്? ഈ നിലവിലെ നിലപാട് ഈ കൊള്ളക്കാർക്കൊപ്പമാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. CPM-ന്റെ പാർട്ടി പരിപാടിയും ഭരണഘടനയും അനുസരിച്ച് ഒരു പാർട്ടി അംഗത്വത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തെ കേൾക്കുകയും അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഡിഫൻസ് അദ്ദേഹം പറയുകയും വേണം. ഇവിടെ അദ്ദേഹത്തിന് അത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്ന ബോധ്യം പാർട്ടിക്കുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് പോവുക എന്നത് അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിക്കാൻ സാഹചര്യത്തിലല്ല നിലവിലുള്ള ഘട്ടം. അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡി കഴിയുകയാണ്. പിടികൂടി കൊണ്ടുപോയപ്പോഴല്ലോ ഇതിനകത്തേക്കുള്ള റോളുള്ള ആളുകളെ കുറിച്ച് പാർട്ടിക്ക് അറിവുണ്ടാകുന്നത്. പാർട്ടിക്ക് പെട്ടെന്ന് ഒരു ദിവസം വെളിപാടുണ്ടാകുന്നതല്ലോ. ദേവസ്വം ബോർഡിന് പങ്കുണ്ട്, ദേവസ്വം ബോർഡ് ഇതിൽ പ്രതികളാകും എന്ന് ഹൈക്കോടതി പറഞ്ഞ് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇത്തരത്തിൽ എന്തുകൊണ്ട് പത്മകുമാർ സാഹിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അല്പം കൂടി കാത്തിരിക്കുന്നേ. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ബാക്കി ഇത് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് 4 ആഴ്ച കൂടിയാണല്ലോ അന്വേഷണ സംഘം കോടതി മുമ്പാകെ കാത്തിരിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന കാത്തിരിക്കുന്നത് പത്മകുമാർ ജയിലിൽ നിന്ന് വരുന്നിടം വരെ കാത്തിരുന്ന ശേഷം CPM അന്വേഷണം നടത്തുമെന്നാണ്. അല്ലാതെ ഇനിയിപ്പോ വേറെ നിവൃത്തിയില്ല ശ്രീ ശ്യാംരാജ്.
ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാവാത്ത എന്താന്ന്, ഇവർ ഇപ്പോഴും പറയുന്നത് ഇവർക്ക് കേരളത്തിലെ കോടതി ഒന്നും പറഞ്ഞാൽ പോരാന്ന്, ഇവിടെ ഹൈക്കോടതി ഒന്നും പറഞ്ഞാൽ പോരാ, ഇവർക്ക് ഇവരുടെ പാർട്ടി കോടതി പറയണം എന്നൊക്കെയാ പറയുന്നത്. ഇത് ഏത് ലോകത്താണ് ഇവർ ഈ ജീവിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. ഹൈക്കോടതിയിൽ നിന്ന് അടിക്കടി വിധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പരാമർശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വൻ തോക്കുകൾക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് പറയുന്നു. ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഇവരുടെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിടുന്നു. എന്നിട്ടും അദ്ദേഹം പറയാ തെളിവില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാ പാർട്ടിക്ക് നടപടി എടുക്കാൻ വേണ്ടി പാർട്ടിക്ക് ബോധ്യപ്പെടണം. ഇതിൽ കൂടുതൽ എന്താ പാർട്ടിക്ക് ബോധ്യപ്പെടാനുള്ളത്? എന്താ ഉറക്കം വരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, തീവ്രത അളക്കുന്നത് പോലുള്ള പ്രത്യേക പാർട്ടി കോടതികൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ? ഇവര് ജനാധിപത്യത്തിന് പാരലായിട്ട് സമാന്തരമായിട്ട് വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഈ നാട്ടിലെ കോടതികൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവര് പറയാണ് ഇനി തെളിവ് വേണ്ടത്. ഇവർക്ക് ഏത് തെളിവാണ് വേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹസ്കർ പറയുന്നത് ഇവർക്ക് ഏത് തെളിവ് വേണ്ടത്? ഇവരുടെ പാർട്ടി നിശ്ചയിക്കുന്ന തീവ്രത മതിയോ? അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ഒരു ന്യായീകരണത്തിനൊരു ന്യായീകരണം വേണ്ടേ? ന്യായീകരണത്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? ഇത് ഒരു ന്യായീകരണവും ഇല്ലാതെ വെറുതെ കിടന്നൊരു ന്യായീകരിക്കാണോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇവരുടെ നേതാക്കന്മാർ, ഇവരുടെ മുൻ MLA ആയിട്ടുള്ള ആള്, ഇവരുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ആള്, ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള ആള്, പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പമുള്ള ആള് ജയിലിനകത്താണെന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവായി ഇവർക്ക് വേണ്ടത്? എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം അവിടെ തന്നെ നിൽക്കുകയാണ്, അറസ്റ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. കടകംപള്ളി പോലെയുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന കടകംപള്ളി പോലെയുള്ള ഈവൻ മുഖ്യമന്ത്രി അടക്കമുള്ള വൻ തോക്കുകൾക്ക് നേരെയും അന്വേഷണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്ത് പറ്റിയടാ? അതിന് ഈ പറഞ്ഞ ഈ അന്വേഷണം ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം വൻ തോക്കുകൾ കടകംപള്ളി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവരിലേക്ക് അന്വേഷണം വരുമെന്നും അവരുടെ പേര് പറയുമെന്നും ഉള്ളത് കൊണ്ടാണ് ഈ ജയിലിലായിട്ടുള്ള ഇവരുടെ നേതാക്കന്മാർക്കെതിരെ ഇവർ നടപടിയെടുക്കാത്തത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.